എന്നിട്ട് മാഗ്നറ്റുകൾ 90 മാഗ്നറ്റ് അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മാഗ്നറ്റിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ശരീരത്തിൽ 6, 7, 8 മണിക്കൂറൊക്കെ നമ്മൾ കിടക്കുമ്പോൾ ഉറങ്ങുമ്പോൾ ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റ് ആകും. ഇന്ന് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ബ്ലഡ് റിലേറ്റഡ് ആണ്. 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് അറ്റാക്ക്, ഒന്ന് സ്ട്രോക്ക്. ആണോ? കേട്ടിട്ടുണ്ടോ അങ്ങനെ പേര്? അറ്റാക്കും സ്ട്രോക്കും. ഒന്ന് ഹൃദയാഘാതം, മറ്റൊന്ന് പക്ഷാഘാതം. ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് വരുന്ന ബ്ലോക്ക്, തടസ്സം, ആഘാതം, അതുകൊണ്ട് കുറെ ആളുകൾക്ക് മരണം സംഭവിക്കുന്നുണ്ട്. 2 പക്ഷാഘാതം, ഒരു സൈഡോ 2 സൈഡോ തളർന്നു പോകുന്ന അവസ്ഥ. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു കുഴപ്പമില്ലാത്ത ആളുകൾ, നല്ല ചുറുചുറുക്കോടുകൂടി നല്ല ആരോഗ്യത്തോടുകൂടി പ്രവർത്തിച്ചിരുന്ന ആളുകളെ ഒരു സെക്കൻഡ് കൊണ്ടോ 1 മിനിറ്റ് കൊണ്ടോ ചിലപ്പോൾ ഒരു സൈഡ് തളർന്ന് പോകുന്നൊരവസ്ഥ. ഞാൻ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരു ഡോക്ടറെ പരിചയപ്പെട്ടു. കരിങ്ങനാടാണ്. അവിടെ ഞാൻ പോയ സമയത്ത് അദ്ദേഹം ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടറാണ്. അപ്പൊ എന്താ ആളുടെ കുഴപ്പത്തിൽ ഒരു സൈഡ് പാരലൈസിസ്, ഒരു സൈഡ് തളർന്നു പോകുന്നു. ഞാൻ ആളോട് ചോദിച്ചു ഇതെന്താ സംഭവിച്ചത് എന്നുള്ളത്. ഒരു 2 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രാത്രിയിൽ ഉറങ്ങിയതാണ്. എല്ലാവരും ഉറങ്ങും പോലെ രാത്രിയിൽ ഉറങ്ങി. ഉറങ്ങുന്ന സമയത്ത് സ്ട്രോക്ക് വന്നു. എന്ത് വന്നു? സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം. നമ്മുടെ ബ്രെയിനിൽ നിന്ന് പോകുന്ന രക്തക്കുഴലിൽ എവിടെയെങ്കിലും ബ്ലോക്ക് വരിക, അതാണ് സംഭവിക്കുന്നത്. അതോടുകൂടി ഒരു സൈഡ് തളർന്നു പോയി. ഇപ്പോഴും ആ വ്യക്തി അതിൽ നിന്ന് മോചിതനായിട്ടില്ല. ഒരു സൈഡ് മുഴുവനായിട്ടും അതിന്റെ സ്വാധീനം നഷ്ടപ്പെട്ട് വളരെ പ്രയാസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുന്നതെല്ലാം നമ്മൾ മനസ്സിലാക്കുക, ബ്ലഡ് റിലേറ്റഡ് ആണ്, രക്തവുമായി ബന്ധപ്പെട്ടുള്ളതാണ്, രക്തത്തിന്റെ ഒഴുക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിനെ നോർമൽ ആക്കുക, പ്രോപ്പർ ആക്കുക, കറക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ധർമ്മം മാത്രമേ ഇത് ചെയ്യുള്ളൂ. അല്ലാതെ രോഗങ്ങളെ മാറ്റാനുള്ള ശേഷിയൊന്നും ഇതിനകത്തില്ല. ചില ആളുകളൊക്കെ കളിയാക്കി പറയാറുണ്ട്, ഒരു കാന്തക്കിടക്ക വന്നിട്ടുണ്ട്, ആ കാന്തക്കിടക്കലോട് കടന്നാൽ സർവ്വരോഗം മാറും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആസ്പത്രി വേണ്ടല്ലോ, ഡോക്ടർമാർ വേണ്ടല്ലോ, മെഡിക്കൽ കോളേജ് വേണ്ടല്ലോ, ഇതിൽ കടന്നാൽ പോലെ എന്നൊക്കെ കളിയാക്കുന്ന ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കുക സുഹൃത്തുക്കളെ, ഈ ശരീരത്തിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളും പ്രവർത്തനങ്ങളും നടക്കണമെന്നുള്ളത് നമുക്കറിയില്ല. മനുഷ്യന്റെ മൈക്രോബയോളജി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓടും. അത്രത്തോളം സങ്കീർണമാണ്. ഒരു ഡോക്ടർക്ക് പോലും നിലവിൽ എന്ത് നടക്കുന്നെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ കൺട്രോളിലല്ലാത്തൊരു വലിയ ഫംഗ്ഷൻ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ രക്തത്തിന്റെ ചംക്രമണം പ്രോപ്പറാക്കാൻ കഴിയുന്നൊരു ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കുക നമ്മുടെ ശരീരത്തിനോട്. അതിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഇതുപോലെ മാട്രസിൽ കിടക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും നടക്കുന്നതോടുകൂടി ബ്ലഡിന്റെ സർക്കുലേഷൻ പെർഫെക്റ്റ് ആവും. നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ. ഇത് ഞാൻ പറയുന്നത് ചില ആളുകൾക്കൊക്കെ ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവുള്ള ആളുകൾ. അങ്ങനെയുള്ള എത്ര ആളുകൾക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് ആദ്യത്തെ രാത്രി കഴിഞ്ഞുള്ളതാണ്. ഇത്രയും ആളുകൾ സുഖമാണ് അവിടെ. ഓക്കെ കുറെ ആളുകൾ സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുനീർ ഉസ്താദ് എണീറ്റിപ്പോ ഇദ്ദേഹം പിന്നെ ഒരു അധ്യാപകരാണ്. അദ്ദേഹത്തിന് മൈഗ്രെയിന്റെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? കാലങ്ങളായിട്ട് മൈഗ്രെയിന്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല. എത്ര? 8ാമത്തെ വയസ്സ് മുതൽ എത്ര വരെ? 45